ഈ ഇടപാട് നമുക്ക് പറ്റില്ല. അന്തസ്സുള്ള തറവാട്ടുകാരാ ഞങ്ങള്. ഞങ്ങളുടെ വംശത്തിലൊരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല. ഇതാ നിൽക്കുന്ന നിങ്ങളുടെ മോള്. എന്നാ വിടാ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി. അതല്ല ഇനി വിട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല. രമണ, നീ ഒന്ന് സമാധാനിക്കേ. അവൻ വന്നിട്ട് ഞങ്ങളൊന്ന് ചോദിച്ചു. എന്നതേ ഇവിടെ ഒരു ഇടി ഇടിച്ചത്. ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല. എന്തിനാ നിങ്ങളെ തല്ലിയതെന്ന് പറ. കേടിപ്പടം പിരിച്ചതിന്റെ കണക്ക് കുറച്ച് തല്ലുകൂടി ഇപ്പൊ പിടിച്ചു മാറ്റാൻ ചെന്നതാ. എനിക്കതിന്റെ വല്ല ആവശ്യമുണ്ടോ? രമണം പോകുന്നെങ്കിൽ പോയി ഇരുട്ടുന്ന മുമ്പ് എത്താം. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. വേണ്ട. അല്ല ഞാൻ വേണ്ട. അമ്മ ഞാൻ പോട്ടെ. ഞാൻ പോവും. ആ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാം. എന്ത് നുണയാണെന്ന് ഈശ്വരൻ അറിയാം. എന്തോ സത്യമുണ്ട്. വന്നപ്പോ മുണ്ടിനൊക്കെ ചെളിയായിരുന്നച്ചാ. എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല. നോക്ക് നിന്റെ മോൻ. ആരെ കൊന്നിട്ടാ നീ വരണത്? കൊന്നില്ല, ഞാൻ ഒരാളെ അടിച്ചു. ഹൈദ്രോസിനെ. എന്റെ പേര് പറഞ്ഞ് കാശ് പിടിച്ചിട്ടാ. പിന്നെ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവന് കാശ് പിരിക്കാൻ. ഇവരെയൊക്കെ തല്ലാനും നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ. നീ രമണേട്ടനെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അടിക്കും. എന്ത് വിവരമില്ലായ്മയാ ചെയ്തു നീ കാട്ടിക്കൂട്ടണേ. ഞങ്ങളെയൊക്കെ കൊന്നിട്ട് നീ എന്താ അച്ഛാ ചെയ്തു? തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ലിത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്. അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാ മതി. സേതു, മോനെ, എന്താ ഇത്? എന്ത് വിചാരിച്ചാ നീ? അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്നത് വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ.